അല്ല, ഇത് പീക്ക് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പീക്ക് ഇനി വരാനിരിക്കുന്നത് എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് അജേഷിന്റെ ക്യാരക്ടർ. പല രീതിയിലും നമ്മൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും ഈ പറയുന്ന അജേഷ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ നടക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും തന്നെ. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ എല്ലാവരും ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്. എനിക്കും അത് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിനിമയിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ അങ്ങനത്തെ ഒരു രീതിയിലാണല്ലോ നമ്മളെല്ലാവരും ഫൈറ്റ് ചെയ്ത് തന്നെയാണല്ലോ എത്തുന്നത്. അല്ലാതെ ഒരു പ്രിവിലേജ് നല്ലല്ലോ വരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഫൈറ്റ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സക്സസ്ഫുൾ ആവുന്നില്ല. സിനിമയിൽ പിടിച്ചു നിൽക്കാൻ പറയുന്നത് ഡെയിലി അജേഷായിട്ട് ജീവിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചാവണ വരെ അജേഷായിട്ട് ജീവിച്ചാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റൂ. അപ്പോൾ എന്നും അജേഷായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതൊക്കെ 10-20 വർഷം കഴിഞ്ഞിട്ടാണല്ലോ പുറത്ത് കഴിഞ്ഞത്. അപ്പൊ 20 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തിയേറ്ററിൽ കാണാനുള്ളത് അത് പറയുന്ന ഒരു കോർപ്പറേറ്റ് നെറ്റ്ഫ്ലിക്സിനൊക്കെ ഒരു OTT കയ്യിലാണല്ലോ. അപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് അതൊരു വലിയ ഒരു കൂട്ടം ആൾക്കാരുടെ തീരുമാനം നമ്മുടെ കയ്യിലല്ല. അതിന്റെ തീരുമാനം അമേരിക്കയിലാണ് അതിന്റെ തീരുമാനം. കുറച്ച് പാടായിരിക്കും. ട്രംപൊക്കെ വിചാരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഓക്കെ സൈനൊക്കെ ഇട്ട് കൊണ്ടുവരുമായിരിക്കും. അറിഞ്ഞൂടാ. അങ്ങനെ ഞാൻ അങ്ങനെ മുട്ടയിടാറില്ല. അല്ലല്ല, തീർച്ചയായിട്ടും അതിൽ വേറൊരു ലെയറും കൂടെ ഉണ്ട്. പൊന്മാൻ എന്ന് പറയുന്നത് പക്ഷി പറന്നു ഉയരുന്ന പക്ഷിയാണ്. മിന്നെ കുത്തിയിട്ട് പറന്ന് നേരെ മുകളിലേക്ക് പോകുന്നതാണ്. അപ്പൊ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു ട്രയംഫും കൂടെ ഉണ്ട് ഈ സിനിമയിൽ. അജേഷിന്റെ മാത്രമല്ല, ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ബ്രൂണോവിന്റെയും സ്റ്റെഫി ഗ്രാഫിന്റെ ഒക്കെ ഒരു ട്രയംഫ് ഉണ്ട്. ഈ പറയുന്ന അവരുടെയൊക്കെ പറയുന്ന പറന്നു വരുന്ന ക്യാരക്ടേഴ്സ് കൂടെയാണ് ഇതിന്റെ സിനിമ തീരുമ്പോൾ. അങ്ങനെയാണ് ആ സിനിമ. അപ്പോൾ അതും കൂടെ ഒരു ഓൾട്ടർ ലെയർ ആയിട്ട് തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. എന്നാൽ പോലും പൊന്നുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മാൻ എന്നുള്ള രീതിയിൽ പൊന്മാനായിട്ട് കറക്കാവും. നീല പൊന്മാനെ പോലെ പറന്നു വരുന്ന കഥാപാത്രമായിട്ടും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ രണ്ട് രീതിയിലും ആ ടൈറ്റിൽ ആപ്റ്റാണെന്ന് തോന്നുന്നു.